ഹലോ ഗൈസ്, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ ചാനൽ തുടങ്ങിയ ടൈമിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഡെയിലി ഒരു 2 വീഡിയോസ് വെച്ച് ഇങ്ങനെ ചെയ്യണം എന്നായിരുന്നു. പക്ഷേ ഈ കണ്ടന്റ് ക്ഷാമം എന്നുള്ളത് അത് ശരിക്കും ഉള്ളതാണ് ഗൈസ്. കാരണം 2 ദിവസമായിട്ട് എൻ്റെ ലൈഫ് ഭയങ്കര നോർമൽ ഫേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നുമില്ല. അപ്പം ചിലരെങ്കിലും വിചാരിക്കും, ഓ പിന്നെ എന്ന് വെച്ചാൽ നിന്റെ വീഡിയോ കാണാൻ വേണ്ടി എല്ലാവരും നോക്കിയിരിക്കും. അങ്ങനെയല്ല കേട്ടോ, നമ്മളിപ്പം ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. പക്ഷെ കുറച്ച് പേരാണ് വീഡിയോസ് കാണുന്നതെങ്കിലും സന്തോഷം. ഈ ഡെയിലി ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ ഇട്ട് യൂട്യൂബിലുള്ള ക്രിയേറ്റേഴ്സിനെയൊക്കെ സമ്മതിക്കണം. സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുമ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് വലിയ കഷ്ടപ്പാടുള്ള പരിപാടിയൊന്നുമല്ല, സിമ്പിൾ അല്ലേ എന്നൊക്കെയാണ്. പക്ഷേ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അതിനകത്തോട്ടേക്ക് നമ്മുടെ ഒരു അറ്റംപ്റ്റ് ഇട്ട് കഴിയുമ്പോഴേ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. പറഞ്ഞു ഞാൻ എവിടെയൊക്കെ കാട് കയറിപ്പോയി. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മൾ എമ്പുരാൻ മൂവി കാണാൻ പോകുന്നു. അപ്പോൾ എമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തായാലും മോഹൻലാൽ സാറിനെ കുറിച്ച് പറയണം അല്ലേ. ഞാൻ ലാലേട്ടൻ്റെ ഒരു ഡൈ ഹാർഡ് ഫാനാണ് കേട്ടോ. കൊച്ചിലെ തൊട്ടേ അതെ. ആരാണ് ഫേവറേറ്റ് ആക്ടർ എന്ന് ചോദിച്ചാലും ഇറ്റ്സ് ഓൾവേസ് ഹിം. ഞാനൊരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് TV വാങ്ങുന്നത്. അപ്പോൾ TV എല്ലാം സെറ്റ് ചെയ്ത് ഫസ്റ്റ് ഓൺ ആക്കിയപ്പോൾ തന്നെ വന്ന ഒരു മൂവി ലാലേട്ടൻ്റെ പഴയ പിൻഗാമി എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു മൂവി അതാണ്. അതേപോലെ തന്നെ എൻ്റെ മമ്മി പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം എൻ്റെ പപ്പയും മമ്മിയും തിയേറ്ററിൽ പോയി കണ്ട സിനിമയായിരുന്നു നരസിംഹം. അപ്പം ഞാൻ ബേസിക്കലി കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആളാണ്. അപ്പോൾ ഞാൻ വീട്ടിലെന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാക്കുമ്പോൾ എൻ്റെ പപ്പ എന്നെ കളിയാക്കുന്നതാണ്. അന്ന് വയറ്റിൽ കിടന്ന സിനിമ കണ്ടതിൻ്റെ എഫക്റ്റിലാണ് ഞാനൊരു നരസിംഹയായി പോയതെന്നൊക്കെ. പിന്നെ മൂവീനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി എനിക്ക് എമ്പുരാനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ലൂസിഫർ ആയിരുന്നു കേട്ടോ. കാര്യം അടിപൊളിയാണ്. ലാലേട്ടൻ്റെ എൻട്രിയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രോമാഞ്ചിഫിക്കേഷനൊക്കെ വരും. പക്ഷേ എന്തോ എനിക്ക് ലൂസിഫറാണ് കുറച്ചുകൂടെ വർക്കായത്. ചിലപ്പോൾ മേ ബി ഓവർ ഹൈപ്പിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.